പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് പ്രിയ എസിൻ്റെ സ്വപ്ന നൂലുകൾ എന്ന കഥയാണ്. അപ്പോൾ നമ്മൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ, അതായത് നമുക്ക് വേണ്ടി വസ്ത്രങ്ങൾ തയ്ക്കുന്നവരുടെ ജീവിതം കഥയ്ക്ക് വിഷയമാക്കുകയാണ് ഇവിടെ സ്വപ്ന നൂലുകൾ എന്ന കഥയിലൂടെ. അപ്പോൾ എല്ലാം തൻ്റെ സ്വപ്നങ്ങളെല്ലാം മറ്റുള്ളവരുടെ വസ്ത്രങ്ങളായി, തൻ്റെ മനസ്സിലെ നിറക്കൂട്ടുകളെല്ലാം അവർക്ക് വേണ്ടി, അവരുടെ ഭംഗി വർദ്ധിപ്പിക്കാൻ വേണ്ടി, തൻ്റെ സമയമെല്ലാം മറ്റുള്ളവരുടെ സൗന്ദര്യം കൂട്ടാൻ വേണ്ടി ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഇതിലെ കഥാപാത്രം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. സ്വപ്ന നൂലുകൾ കൊണ്ട് അവൾ തുന്നിയത് അവളുടെ കൂടി സ്വപ്നങ്ങളായിരുന്നു. നഗരത്തിൽ നിന്ന് ഗ്രാമത്തിൻ്റെ മടിത്തട്ടിലേക്ക് ഊർന്നിറങ്ങിയവളാണ് ഊർമിള. നഗരത്തെ പോലെ തന്നെ ഗ്രാമവും മുഖം തിരിച്ചാണ് നിൽപ്പ് എന്ന സത്യം ആദ്യം മുതൽ തന്നെ അവൾ അറിഞ്ഞു. സ്വപ്നങ്ങൾ കൊയ്ത് പൊൻനിറമുള്ള കതിർമണികൾ കൊണ്ട് അറ നിറയ്ക്കുക എന്ന മഹാലക്ഷ്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാവാം അവൾക്ക് വിഷമമൊന്നും തോന്നാതിരുന്നത്. കഴിഞ്ഞുപോയ സംഭവങ്ങളും മരിച്ചുപോയ മുഖങ്ങളുമൊന്നും ഓർമ്മയിൽ എത്തിപ്പെടാതിരിക്കാൻ എന്നും അവൾ ശ്രദ്ധിച്ചു. കഴിഞ്ഞ കാലത്തിൻ്റെ ഉണങ്ങിക്കരിഞ്ഞ കമ്പുകൾ തൻ്റെ മേൽ പതിക്കാതിരിക്കാൻ വേണ്ടിയാണോ നഗരം ഉപേക്ഷിച്ചതെന്ന ചോദ്യം മനസ്സിൽ ഉണരുമ്പോഴെല്ലാം ഒരനാവശ്യ ചിന്തയെന്ന പോലെ അവളത് കാറ്റിൽ പറത്തി. വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും ചേർന്ന് സൃഷ്ടിക്കുന്ന ഇരുട്ട് നിറഞ്ഞ മതിൽക്കെട്ടിനുള്ളിലാണ് അവളുടെ മാളിക. ഭൂമിയിൽ നിന്ന് മുളച്ചു വന്നതുപോലെ തോന്നിച്ച ആ മാളിക മനോഹരമായ ഒരു സ്വപ്നം പോലുള്ള ഊർമിളയ്ക്ക് നന്നായി ഇണങ്ങി. വാടക വാങ്ങാൻ വരുമ്പോഴെല്ലാം വീട്ടുടമസ്ഥൻ വീടിൻ്റെ ദോഷവശങ്ങളിലെല്ലാം കെട്ടിച്ചമച്ച കുറേ അപദാനങ്ങൾ കൊണ്ട് വെള്ള പൂശുകയും ഇവളെ ഞാൻ സുന്ദരമായി കബളിപ്പിക്കുന്നല്ലോ എന്ന ഗൂഢസന്തോഷം ഒരു പുതപ്പ് പോലെ പുതച്ച് കൂലിക്കൂടി ഇറങ്ങിപ്പോവുകയും ചെയ്തു. അപ്പോഴെല്ലാം ഊർമിള ചിരി മറയ്ക്കാൻ പാടുപെട്ടു. ഇടയ്ക്കൊക്കെ തന്നോട് തന്നെ ചിരിച്ചുകൊണ്ട് അവൾ തയ്യൽ മെഷീൻ്റെ മുൻപിലിരുന്നു. ഇടവഴിക്ക് അഭിമുഖമായ മുകളിലെ മുറിയിലിരുന്ന് ഗ്രാമത്തിലെ പെൺകുട്ടികൾക്കായി നഗരത്തിൻ്റെ ഡ്രസ്സുകൾ തുന്നിക്കൊടുക്കുകയാണ് ഊർമിള എന്നും എപ്പോഴും. വനിതാ കോളേജിനും അതിനോട് ചേർന്ന് കന്യാസ്ത്രീകൾ നടത്തുന്ന ഹോസ്റ്റലിനും ഗ്രാമത്തിൽ ജീവൻ വച്ചത് ഊർമിള എത്തുന്നതിന് തൊട്ടു മുൻപെന്നോ ആയിരുന്നു. ദൂരെ നഗരങ്ങളിൽ നിന്ന് പഠിക്കാനെത്തിയ പെൺകുട്ടികൾ ഹോസ്റ്റൽ അന്തേവാസികളായി നിറങ്ങളിൽ മുങ്ങിയ ചിത്രശലഭങ്ങളെ പോലെ പറന്നു നടക്കുമ്പോൾ നീളൻ പാവാടക്കാരായ ഗ്രാമീണ പെൺകുട്ടികൾക്ക് പാഠ്യപുസ്തകങ്ങളിലുള്ള ശ്രദ്ധ കുറഞ്ഞു വന്നു. അത്ഭുതവും അസൂയയും കീഴ്മേൽ മറിച്ച മനസ്സുകളിൽ നിന്ന് ബോട്ടണിയും കെമിസ്ട്രിയും ഹിസ്റ്ററിയുമെല്ലാം കാണെ മാഞ്ഞുപോയി. അതിനിടയ്ക്കാണ് ഊർമിള അവിടെ എത്തിയത്. അസൂയയുടെ മുഖക്കുരു വന്ന മുഖങ്ങളിൽ അവളുടെ തുന്നൽ പ്രാവീണ്യം മരുന്നായി പടർന്നിറങ്ങി. നഗരത്തിൻ്റെ വർണ്ണപ്പകിട്ടാർന്ന വേഷവിധാനങ്ങളിൽ കയറിക്കൂടുകയെന്നത് ഒരു മഹാകാര്യമാണെന്ന ധാരണയിലേക്ക് നിർമാല്യം തൊഴുത് ഒതുങ്ങി നിന്ന ഒരു ഗ്രാമം മുഴുവനും എങ്ങനെ വീണുപോയെന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് മനസ്സിലായില്ല. കാലത്തിൻ്റെ ഓരോ വളവിലും തിരിവിലും നമ്മളെ കാത്ത് എത്രയോ മഹാത്ഭുതങ്ങൾ എന്നു കരുതി അവൾ തയ്യൽ തുടർന്നു. സ്നേഹത്തിൻ്റെ മനോഹാരിതയുള്ള ഡ്രസ്സുകൾ തുന്നുമ്പോഴും അവൾക്ക് സ്നേഹത്തിൻ്റെ കുളിരുമായി ആരും കടന്നു വന്നില്ല. ആരും. ഇരുട്ട് പടർന്ന മരക്കോണി കയറി വന്നവരാരും പകൽ കിനാവിൻ്റെ ഓമനത്തമുള്ള ആ മുഖം കാണാൻ ശ്രമിച്ചതുമില്ല. ഗ്രാമത്തിലെ പെൺകുട്ടികൾക്ക് നഗരത്തിൻ്റെ ചടുല സൗന്ദര്യം നൽകാൻ വിധിക്കപ്പെട്ടവളാണ് ഊർമിള എന്നു ഭാവിച്ച് അവരെപ്പോഴും അവളെ തേടി വന്നു. അവളുടെ മുറിയിൽ നിറങ്ങളുടെ ഒരു കെട്ട് സ്ഥാപിച്ച് തിരിച്ചുപോയി. അവർ തന്നെ ഏൽപ്പിക്കുന്ന തുണികളുടെ നിറമോ ഗുണമോ കാര്യമാക്കാതെ ഏതു തുണി കൊണ്ടും അവൾ ഇന്ദ്രജാലം കാട്ടി
അവളുടെ കരവിരുത് സൃഷ്ടിച്ച ഡ്രസ്സുകളിൽ സ്വയം പ്രദർശിപ്പിച്ചു നടന്ന പെൺകുട്ടികളാരും അവളുടെ മനോധർമ്മത്തെ പുകഴ്ത്തുകയോ അവൾക്കൊരു ചിരി സമ്മാനിക്കുകയോ ചെയ്തില്ല. പകുതിയായതും മുഴുവനായതുമായ ഡ്രസ്സുകളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന നിറങ്ങൾക്കിടയ്ക്ക് അവളുടെ ദിവസങ്ങൾ താളക്രമമില്ലാതെ കടന്നുപോയി. ഗ്രാമത്തിലെത്തിച്ചേരുമ്പോഴും മഴവിൽ വർണ്ണങ്ങൾ വാരിച്ചൂടിയ സ്വപ്നങ്ങൾ കൊണ്ടുണ്ടാക്കിയ 7 നില കൊട്ടാരമായിരുന്നു അവളുടെ മനസ്സ്. പെൺകുട്ടികളുടെ കണ്ണുകളിൽ അനുനിമിഷം തിളച്ചുമറിയുന്ന അത്യാഗ്രഹത്തിൻ്റെ നിറമുള്ളതും അവസാനമില്ലാത്തതുമായ സ്വപ്നങ്ങൾ കണ്ടിരിക്കുമ്പോഴാണ് 7 നില കൊട്ടാരത്തിൽ നിന്ന് ഏതോ ചില നിറങ്ങൾ ഒലിച്ചുപോയത്. ഏതേതു നിറങ്ങളാണ് നഷ്ടമായത് എന്ന് അവൾ ഒരിക്കലും കണക്കെടുത്തില്ല. സ്വപ്നങ്ങളുടെ വളകിലുക്കമാണ് കൊട്ടാരത്തിൻ്റെ ചൈതന്യം എന്ന് ഏതോ പടവുകളിൽ വെച്ച് ഉരുവിട്ടത് പഠിച്ചത് അവൾക്കെന്നും നിറദീപമായി. പെൺകുട്ടികളോട് അവർ നഗരത്തിലേതായാലും ഗ്രാമത്തിലേതായാലും ഊർമിള പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ല. എന്തെങ്കിലുമൊക്കെ അവരോട് സംസാരിക്കാനായെങ്കിൽ എന്ന് കരുതുന്നതോടൊപ്പം അവർക്കിഷ്ടപ്പെടുന്നതായി ഏത് വിഷയമാണ് തൻ്റെ പക്കലുള്ളതെന്ന് അത്ഭുതപ്പെടുകയും തെല്ലൊന്ന് വേദനിക്കുകയും ചെയ്തു ഊർമിള. സംസാരിക്കാൻ പറ്റിയതെന്നു കരുതി എന്തോ ചിലത് ക്രമപ്പെടുത്തിയെടുക്കുമ്പോഴേക്ക് പെൺകുട്ടികൾ മുറി വിട്ട് പോയിരിക്കും. സ്വപ്നങ്ങളുടെ ഇതളുകളിൽ ലോകത്തിൻ്റെ സൗമ്യവും ദീപ്തവുമായ എല്ലാ ഭാവങ്ങളും വിരിഞ്ഞു നിൽക്കുമ്പോൾ ഭൂമിയിലെ ഇത്തരം ചെറിയ ചെറിയ വേദനകൾ ഊർമിളയ്ക്ക് ഒഴിവുനേരങ്ങളിൽ കൊത്തങ്കല്ലാടാനുള്ള ചെറുകല്ലുകളായി. പെൺകുട്ടികൾ പറഞ്ഞതുപോലെ പലപ്പോഴും അവർ പറഞ്ഞതിനേക്കാളും ഭംഗിയായി അവൾ ഡ്രസ്സുകൾ തയ്ച്ചു വെച്ചു. പൈസ വാങ്ങുമ്പോൾ മാത്രം അവൾ മെഷീനിൽ നിന്ന് കണ്ണുകൾ ഉയർത്തി അവരുടെ കറുത്ത ചായം തേച്ച കണ്ണുകളിലേക്ക് നോക്കേണ്ടി വന്നു. മറന്നുവെന്ന് നടിച്ച് കടന്നു പോകാൻ തുടങ്ങിയവരെയും പൊള്ളയായ ഒരു ചിരി നൽകി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചവരെയും അവൾ കൺമുനകൾ കൊണ്ട് തടഞ്ഞു നിർത്തി. ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ ഒതുങ്ങിക്കഴിയുന്നവരെ പാവം എന്ന് മുദ്രകുത്തി പാവ കളിപ്പിക്കാനാണ് എവിടെയും ആളുകൾക്ക് കൗതുകം എന്ന് ഊർമിള ഇതിനകം പഠിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാകണം അവളെ വെറുതെ കുറ്റം പറഞ്ഞ് പരിഹസിച്ച് ചിരിച്ചു. ഒന്നും ഗൗനിക്കാതെ മെഷീൻ്റെ പരുക്കൻ ശബ്ദത്തിൽ ലയിച്ച് അത് ഏറ്റവും നല്ല ഗാനത്തിൻ്റെ ഈണമാണെന്ന് അവൾ ഭാവിച്ചു. മതിൽക്കെട്ടിന് തൊട്ടടുത്തുള്ള ഇടവഴിയിൽ നിന്ന് ചൂളം വിളികൾ ഉയർന്നത് അവൾ അറിഞ്ഞതേയില്ല. ക്രമേണ ചൂളം വിളികൾ കുറഞ്ഞു വന്നു. പിന്നെ അവ കേൾക്കാതായി. ഗ്രാമത്തിലെ ബുദ്ധിജീവികൾ വല നെയ്യുന്ന ചിലന്തിയാണ് ഊർമിള എന്ന് പറഞ്ഞു നടന്നു. പ്രായം കൂടിയ തലമുറയാകട്ടെ അവളും ഗ്രാമത്തിലെ അംഗമായി കഴിഞ്ഞിരിക്കുന്നു എന്ന സത്യം അംഗീകരിച്ചതേയില്ല. അവളെക്കുറിച്ച് എന്തെങ്കിലും പറയേണ്ടി വന്നപ്പോൾ പേര് അറിയാമായിരുന്നുവെങ്കിലും ഒരു തരം അവജ്ഞയോടെ തയ്യൽക്കാരി എന്നാണ് അവർ പറഞ്ഞത്. നീലാകാശത്തിൽ നിന്ന് മുറിച്ചെടുത്ത സാരിയും ബ്ലൗസും ധരിച്ച് പകലുദിച്ച കുഞ്ഞു നക്ഷത്രം പോലെ അവൾ തിളങ്ങി. ഉച്ചകളിൽ ഊണുകഴിഞ്ഞ് കുത്തനെയുള്ള ജനലഴികളിൽ പിടിച്ച് പുറത്തെ ചുട്ടുപഴുത്ത വെയിലും നീണ്ടു പോകുന്ന ചെമ്മൺ പാതയും നോക്കി അവൾ നിന്നു. മാർക്കറ്റിനരികിലൂടെ താഴേക്ക് ഇറങ്ങി ഓടി ഒളിക്കുന്ന വീതിയേറിയ ഇടവഴിയുടെ അറ്റം കാണാനായെങ്കിൽ എന്നവൾ നിത്യവും കൊതിച്ചു. അവൾ വന്ന് ഏറെ കഴിഞ്ഞാണ് ആ വഴി അവിടെ കണ്ണു തുറന്നത്. അതോടെ ഒരാൾക്ക് നിവർന്നു തിരിയാൻ ഇടമില്ലാതെ തലങ്ങും വിലങ്ങുമായി ചിതറിക്കിടന്ന പാതകൾ ഒന്നോടെ തേഞ്ഞു മാഞ്ഞുപോയി. എവിടെ നിന്നാലാണ് ഇടവഴിയുടെ അറ്റം കാണാനാവുക എന്നറിയാൻ വേണ്ടി ഉച്ചകളിൽ മാത്രം ഊർമിള പൊടിയിൽ മുങ്ങിയ മറ്റു മുറികൾ തുറന്നു. താഴത്തെ മുറികളിൽ നിന്നാൽ പാൽക്കാരി മേരിയുടെ വീട് വരെ പോലും കാണാനാവില്ലെന്ന് ബോധ്യമുള്ളതുകൊണ്ട് ഒരിക്കലും അവൾ ആ മുറികൾ തുറന്നില്ല. മാർക്കറ്റിനപ്പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങുമ്പോഴാകട്ടെ അകാരണമായി ഒരു ഭീതി അവളെ ഗ്രസിച്ചു.
അങ്ങനെ അവളുടെ സ്വപ്നങ്ങളിൽ ഇടവഴിയുടെ അറ്റവും സ്ഥാനം പിടിച്ചു. പതിവ് പോലെ ഇടയ്ക്കെല്ലാം ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ മെഷീൻ ചലിപ്പിച്ചു. ഒരിക്കൽ വരുമെന്ന് താൻ കരുതുന്ന, പണ്ടൊരിക്കൽ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ആ മനുഷ്യനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് അവൾ പലപ്പോഴും ചിരിച്ചുപോയത്. അയാൾ ഒരു ദിവസം ഗ്രാമത്തിൽ എത്തിച്ചേർന്നാൽ തനിക്ക് അയാളെ തിരിച്ചറിയാനാകുമോ എന്ന് അവൾ ആലോചിക്കാറുണ്ട്. അയാളുടെ വയസ്സോ വേഷമോ ഊർമിളയ്ക്ക് അറിയില്ല. തീർച്ചയായും അയാൾ ഒരു നല്ല ആളായിരിക്കും. കുട്ടികളെ പോലെ അകം കുളിർപ്പിക്കുന്ന മട്ടിലാവും അയാൾ ചിരിക്കുക. അത്ര മാത്രമേ അവൾക്കറിയൂ. എങ്കിലും നഗരങ്ങളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും വളരെ ദൂരം സഞ്ചരിച്ച് ഒടുവിൽ അയാൾ അവളുടെ സമീപം എത്തിച്ചേരുമെന്ന് കരുതുമ്പോൾ അവൾക്ക് ചുറ്റും അനുഭൂതിയുടെ കടൽ ഉയരുകയായി. ബാക്കിയെല്ലാം അവൾ സ്വന്തം ഭാവനയനുസരിച്ച് രൂപപ്പെടുത്തി. അവൾ ഇതുവരെയും കാണാത്ത ഇടവഴിയുടെ അറ്റത്തുനിന്ന് നടന്നു വരും. ചുട്ടുപഴുത്ത ഇടവഴിയിൽ നിന്ന് വിയർപ്പിൽ മുങ്ങി വെയിലിനെ തടഞ്ഞു നിർത്തുന്നു എന്ന ഭാവേന നെറ്റിക്ക് മുകളിൽ ഒരു കൈ പിടിച്ച് അയാൾ നടന്നെടുക്കും. ചുറ്റുമൊന്നും നോക്കാതെ വേഗം നടന്ന് മാളികയുടെ മതിൽക്കെട്ടിനടുത്തെത്തി അയാൾ ഒരു നിമിഷം നിൽക്കും. പിന്നെ പരിചയഭാവത്തിൽ ഗേറ്റ് തുറന്ന് പെൺകുട്ടികൾ നടന്നു തെളിഞ്ഞ മുറ്റത്തിലൂടെ നടന്നു കയറും. എത്ര ശ്രമിച്ചാലും ബാക്കി സങ്കല്പിച്ചെടുക്കാൻ അവൾക്കാവാറില്ല. തന്നെ പോലെ ഇടയ്ക്കൊക്കെ ചിരിക്കുന്നതാകും അയാൾക്ക് ഭംഗി എന്നും അവൾക്ക് തോന്നാറുണ്ട്. സ്വപ്നം കാണാനുള്ള കഴിവും ചിരിക്കാനുള്ള കഴിവും ആരുടെ കാരുണ്യമാവാം എന്ന് ഊർമിള പലപ്പോഴും സ്വയം ചോദിക്കുകയും അടുത്ത നിമിഷം തന്നെ പ്രകൃതിയുടെ കാരുണ്യങ്ങൾ എന്ന് ഉത്തരം കണ്ടെത്തുകയും ചെയ്തു. ആകാശത്തിൻ്റെ അപാരതയിലേക്ക്, ഭൂമിയുടെ ആരും കാണാ കോണുകളിലേക്ക്, മഴമുത്തുകളുടെ രഥത്തിലേക്ക്, പാതിരാക്കിളികളുടെ പാട്ടിലേക്ക്, താമര ഇതളുകളിലേക്ക് പടവുകൾ ഒരുക്കി തരുന്നത് അദൃശ്യലോകത്തിലെ അന്തേവാസികളുടെ കാരുണ്യമാവാനേ വഴിയുള്ളൂ എന്ന് ഊർമിളയ്ക്കെന്തോ തീർച്ചയായിരുന്നു. ഒരു കൂട്ടം പെൺകുട്ടികൾ മരക്കോണിയിലൂടെ ഒച്ച വെച്ച് ഊർമിളയുടെ വെളിച്ചം നിറഞ്ഞ മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ എന്നും അവളുടെ ചിന്തകൾ മുറിഞ്ഞു. അളവെടുക്കുമ്പോഴും നിർദ്ദേശങ്ങൾ കുറിച്ചിടുമ്പോഴും അവർ വിശേഷങ്ങൾ അന്യോന്യം പറഞ്ഞു പൊട്ടിച്ചിരിച്ചു. ഇടയ്ക്ക് മുഖങ്ങൾ മാറുമെന്നല്ലാതെ രീതികൾ മാറാറില്ല. അവളെ അവഗണിച്ച് സ്വരം താഴ്ത്തിയും ഉയർത്തിയും അടക്കിച്ചിരിച്ചും അവർ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ അവളുടെ മനസ്സിൽ തങ്ങി നിന്നു. ഇടവഴിയിലൂടെ ഒരു പഞ്ഞിക്കെട്ടുപോലെ കന്യാസ്ത്രീകൾ കൂട്ടം കൂട്ടമായി വരികയും പോവുകയും ചെയ്തു. പ്രഭാതങ്ങളിൽ ഒന്നോ രണ്ടോ വികാരി അച്ഛന്മാർ വെള്ളയുടുപ്പിട്ട പാവക്കുട്ടികളെ പോലെ ഇടവഴിയിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ടവർ ഇളം പച്ചച്ചായം തേച്ച പള്ളിയിലേക്ക് നടന്നു. പ്രത്യേകിച്ച് ഒരു ഗതിമാറ്റവുമില്ലാതെ ഊർമിളയുടെ ജീവിതം മുന്നോട്ടൊഴുകിക്കൊണ്ടിരുന്നു. ഇടയ്ക്കെപ്പോഴോ ഒന്ന് രണ്ട് ഇലകൾ ഒഴുക്കിൽ വന്നു വീണതിനെ ഒരു മാറ്റം എന്ന് പറയാനാകുമെങ്കിൽ അന്നൊരു ദിവസം മേരിയുടെ വാടക വീടിന് മുൻപിൽ ചാര നിറമുള്ള ബാഗുമായി ഒരാൾ ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങിയതിനെക്കുറിച്ചും പറയേണ്ടി വരും. ഒരാഴ്ചത്തെ താമസത്തിനാണ് അയാൾ അവിടെ വന്നതെന്ന് പെൺകുട്ടികൾ പരസ്പരം പറഞ്ഞതിൽ നിന്നാണ് അവൾ അറിഞ്ഞത്. താമസത്തിനിടയിൽ ഒരു ദിവസം അയാൾ അവളുടെ മാളികയിലും കയറി വന്നു. പെൺകുട്ടികൾക്ക് മാത്രമേ തയ്ക്കാറുള്ളൂ എന്ന് പറയാൻ ഒരുങ്ങിയതാണ് ഊർമിള. പക്ഷേ കയ്യിൽ ഒരു ക്യാമറയുമായി ഫോട്ടോ എടുക്കാൻ പറ്റിയ ദൃശ്യങ്ങൾ തേടി വന്നതായിരുന്നു അയാൾ ആ തൊടി മുഴുവൻ ചുറ്റി നടന്നപ്പോൾ ഊർമിള കൂടെ നടന്നു. മൈലാഞ്ചിക്ക് പുറകിൽ പതുങ്ങി നിന്ന പൂച്ച ആദ്യം അവളെ കണ്ട് അപരിചിതത്വം ഭാവിച്ച് ഓടാൻ ഒരുങ്ങിയതാണ്. അയാളെ കണ്ടപ്പോൾ അത് തല ചെരിച്ച് പോസിൽ നിന്നുകൊടുത്തു. കാടുപിടിച്ച വെള്ളത്തച്ചിയിലിരുന്ന് പുച്ഛത്തോടെ തല ഉയർത്തി നോക്കുന്ന ഒരു ഓന്ത്, കുരുവിയില്ലാതെ പഴകിയ ഒരൊറ്റക്കൂട്, ഇലഞ്ഞിമരത്തിൻ്റെ താഴത്തെ കൊമ്പിലേക്ക് ചാടുന്നതിനിടയിൽ താഴെ വീണ ഒരണ്ണാൻ കുഞ്ഞ്. അതെല്ലാം അയാൾ ഫിലിമിലാക്കിയത് ഊർമിളയ്ക്ക് വളരെ ഇഷ്ടമായി. കാരണമില്ലാതെ ചിരിച്ച്
അലസമായി നിൽക്കുമ്പോൾ അയാൾ അവളുടെ ഫോട്ടോ എടുത്തത് തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു. നഗരത്തിൽ നിന്ന് ഫോട്ടോയുടെ കോപ്പി അയച്ചു തരാമെന്ന് പറഞ്ഞ് ഊർമിള എന്ന പേര് ഇഷ്ടമായില്ല എന്ന് കൂട്ടിച്ചേർത്താണ് അയാൾ പോയത്. അയാൾ പറഞ്ഞതുപോലെ ചെയ്യും എന്ന് ഊർമിളയ്ക്ക് തീരെ വിശ്വാസം തോന്നിയില്ല. ഒരു പക്ഷേ ചെയ്താൽ സ്വയം സംസാരിച്ചു നടക്കുന്ന പോസ്റ്റ്മാൻ നാട്ടുകാരോട് മുഴുവൻ പുച്ഛത്തോടെ പറയുമായിരിക്കും, തയ്യൽക്കാരിക്ക് ഒരു കവറുണ്ട്. രാത്രി വന്നപ്പോഴൊക്കെ ഊർമിള ജനൽ വലിച്ചടച്ചു. ഉറങ്ങാനൊരുങ്ങുമ്പോൾ പണ്ടൊരിക്കൽ സ്വപ്നത്തിൽ അവ്യക്തമായി കണ്ട വിടർന്ന ചിരിയുള്ള ആ മനുഷ്യനെ വീണ്ടും സ്വപ്നം കാണാനായെങ്കിൽ എന്ന് അവൾ കൊതിച്ചു. പക്ഷേ അവൾ അത്തരമെന്നല്ല ഒരു സ്വപ്നവും ഉറക്കത്തിൽ കണ്ടില്ല. എന്നാൽ പതിവിനു വിപരീതമായി കുറച്ചു നാൾ മുൻപൊരു രാത്രിയിൽ കുളിർക്കാറ്റ് പാട്ട് മൂഴുമ്പോൾ അവൾ ഒരു സ്വപ്നം കണ്ടു. ഒഴുക്കിൽ വന്നു വീണ മറ്റൊരു ഇലയെന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം. പുലരി വിടർന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഊർമിള സ്വയം ചിരിച്ച് തയ്ക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് വെളുത്ത ഫ്രോക്കിട്ട ഒരു ചെറിയ പെൺകുട്ടി ആ മുറിയുടെ വാതിൽക്കൽ വന്നു നിന്നത്. ഏതോ ഒരു നിമിഷത്തിൽ തല ഉയർത്തി നോക്കുമ്പോഴാണ് അവൾ ആ കുട്ടിയെ കണ്ടത്. ചുരുൾമുടിയിൽ പറന്നു വീണ ചുരുൾമുടികൾ പറന്നു വീണ നെറ്റിയിലേക്കും ചുവന്ന ചുണ്ടുകളിലേക്കും മാറി മാറി നോക്കി അവൾ അത്ഭുതപ്പെടുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് കുട്ടി അടുത്തേക്ക് ചെന്നു. ഫ്രോക്കിലെ ഫ്രില്ലുകൾ കാറ്റത്ത് നൃത്തം ചെയ്തുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് ഊർമിളയുടെ സാരിത്തുമ്പ് പിടിച്ച് ചിരപരിചിതയെപ്പോലെ നനുത്ത ശബ്ദത്തിൽ കുട്ടി ചോദിച്ചു, എനിക്ക് ഇതുപോലൊരു നീല ഫ്രോക്ക് തയ്ച്ചു തരാമോ? നാളെ വേണം. ഊർമിളയ്ക്ക് എന്തെങ്കിലും പറയാനാവുന്നതിനു മുൻപ് കയ്യിലെ ചുവന്ന ആപ്പിൾ മടിയിൽ വെച്ച് അവളുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്ത് കുഞ്ഞിക്കണ്ണുകളിൽ നിറയെ ആഹ്ലാദവുമായി കുട്ടി ഓടിപ്പോയി ഇടവഴിയിലൂടെ. പിറ്റേന്ന് ഇടവഴിയിലൂടെ നടന്നു പോകുന്ന ബലൂൺകാരനെ കണ്ടപ്പോഴാണ് ഊർമിളയ്ക്ക് സ്വപ്നം ഓർമ്മ വന്നത്. ആ കുട്ടിയുടെ നാളെ എന്നാണെന്ന് തീർച്ചയില്ലെങ്കിലും നീല ഫ്രോക്ക് അതിവേഗം അതിമനോഹരമായി തയ്ച്ചു വെച്ച് അവൾ ജനലരികിൽ ചെന്ന് നോക്കി നിന്നു. എത്രയൊക്കെ ആയാലും സ്വപ്നങ്ങൾ എപ്പോഴും ദേശാടന പക്ഷികളെ പോലെയാണെന്ന് ഊർമിളയ്ക്കറിയാം. ഒരിടവേളയിൽ അതിഥികളായി വരുന്നവർ സ്ഥിരം കൂടും പണിയാനിടയില്ല. ഒരിക്കൽ വന്നു പോയവർ വീണ്ടും വരണമെന്നില്ല എന്നെല്ലാം അവൾക്ക് നിശ്ചയമുണ്ട്. എങ്കിലും സ്വപ്നം കാണുന്ന സ്വഭാവം ഊർമിള ഒരിടത്തും മറന്നു വയ്ക്കുന്നില്ല. ഓരോ ഋതുവിലും ഓരോ തരം സ്വപ്നങ്ങൾ. മുളച്ചുപൊങ്ങിയ സ്വപ്നത്തിൻ്റെ 4-5 ഇലകൾക്കിടയിൽ നിന്ന് അലസലോലമായി ഒരു പൂമൊട്ട് കൺമിഴിച്ചാൽ അതിനെന്തു നിറമാവും, എന്തു ഗന്ധമാവും, എത്ര ഇതളുകളാവും എന്ന കൗതുകവുമായി ഊർമിളയുടെ ദിവസങ്ങൾ സൂചിക്കുഴയിലൂടെ കുതിച്ചുപായുന്നു. ഇപ്പോൾ ഊർമിള വിടർന്ന ചിരിയുള്ള ആ മനുഷ്യനെ ഓർമ്മിക്കാറേയില്ല. ബലൂണുകൾ പറന്നു നടക്കുന്ന ഒരാകാശവും താഴെ കൈകൊട്ടിച്ചിരിക്കുന്ന ഒരു സുന്ദരി കുട്ടിയുമാണ് ഇപ്പോഴവളുടെ കാത്തിരിപ്പിൽ നിറയെ. സ്നേഹത്തിൻ്റെ മധുരമുള്ള ആപ്പിളും സ്നേഹത്തിൻ്റെ കുളിരുള്ള ഒരു ഉമ്മയുമായി ആ കുട്ടി ഒരിക്കൽ കൂടി രാത്രി സ്വപ്നത്തിലേക്ക് കടന്നു വന്നെങ്കിൽ എന്ന് അവൾ കൊതിക്കാറുണ്ട്. പൂക്കാത്തതെങ്കിലും അല്പായുസെങ്കിലും കണ്ടിരിക്കാൻ ഒരു സുന്ദര സ്വപ്നം കിട്ടിയ ധന്യതയിൽ ഊർമിളയുടെ ദിവസങ്ങൾ വശ്യമനോഹരങ്ങളായ വസ്ത്രങ്ങളായി പിറന്നു വീഴുന്നു. എന്നും എപ്പോഴും.